ഹായ് എല്ലാവർക്കും നമസ്കാരം. മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ല സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ബട്ടർ സോഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2 ഡിസൈൻസ് ഉണ്ട്. ഒരു ജയ്പൂർ ഡിസൈനും പിന്നെ ഒരു ബാന്തിരി ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനും, അങ്ങനെ 2 ഡിസൈൻസിൽ വരുന്ന അത്യാവശ്യം ചെറിയൊരു യോക്ക് പോർഷനിൽ ചെറിയ വർക്കുകളും കാര്യങ്ങളും, പിൻടെക്സ് വർക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് സീക്വൻസ് വർക്ക്, ത്രെഡ് വർക്കൊക്കെ വരുന്ന സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള കുറച്ച് ചുരിദാർ മെറ്റീരിയൽസാണ്. നല്ല കളേഴ്സുമാണ് കേട്ടോ. വീഡിയോ കാണുന്നതിനൊക്കെ ഒരു 5% കളർ കുറച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. ഈ മെറ്റീരിയൽ എന്നല്ല, ഏത് മെറ്റീരിയലായാലും വീഡിയോയിൽ കാണുന്നതിനൊക്കെ ഒരു 5% to 10% കളർ എപ്പോഴും നേരിട്ട് കാണുമ്പോൾ കുറവായിരിക്കും. ഒരു ഡിഫറൻസ് കാണും, കളർ ഡിഫറൻസ്. അതെപ്പോഴും മൈൻഡിൽ വെച്ച് തന്നെ വേണം ഓൺലൈൻ പർച്ചേസിങ് ചെയ്യാൻ. പറയേണ്ട കാര്യമില്ല, സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാം. നമ്മളെടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും പറയേണ്ടതൊരു കടമയായതുകൊണ്ട് പറയുന്നു. ഓക്കെ, ഇത്രയും ബ്രൈറ്റ് അല്ല കളറ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാറപ്പഴത്തിൻ്റെ കളറാണ് ഈ മെറ്റീരിയലിന് കേട്ടോ. ബാക്ക് സൈഡിലും സെയിം പ്രിൻറ്റ്, നല്ല വീതിയുള്ള മെറ്റീരിയലാണ്. 44 ഇഞ്ച് വിഡ്ത്തുണ്ട്, 2.5 മീറ്ററിൻ്റെ കട്ടാണ് വരുന്നത്. ലൈനിങ് ഇട്ട് തയ്ക്കണം. സോഫ്റ്റ് കോട്ടൺസ് നിങ്ങൾക്ക് ലൈനിങ് ഇടാതെ തയ്ച്ചാൽ അത്ര ഒരു സുഖം ഉണ്ടായിരിക്കത്തില്ല. നടക്കുമ്പോഴൊക്കെ നല്ലോണം അങ്ങ് പറക്കും. അതുകൊണ്ട് ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കണം, എന്നെങ്കിൽ മാത്രമേ നല്ലൊരു സ്ട്രെങ്ത് കാണുള്ളൂ ഡ്രസ്സിന് കേട്ടോ. അതുപോലെ മൽമൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട 2.30, ടോപ്പും ബോട്ടവും 2.5 മീറ്റർ, ദുപ്പട്ട വരുന്നത് 2.30 വരുന്നത്. 4 സൈഡും ബോക്സ് പല്ലു ദുപ്പട്ടയാണ് കേട്ടോ. നല്ല മാനേജബിൾ ആയിട്ടുള്ള, പിന്നെ ഇത് കഞ്ഞിപ്പശ ഇട്ട് മുക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ടൈപ്പാന്ന് തോന്നുന്നില്ല. മെറ്റീരിയൽ തൊട്ടിട്ട് സ്റ്റിഫ് ആൻഡ് ഷൈൻ പോലുള്ള എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഫാബ്രിക് കണ്ടീഷണേഴ്സ് അങ്ങനത്തെ യൂസ് ചെയ്യാം. കഞ്ഞിപ്പശ ഒന്നും ഇട്ട് അങ്ങനത്തെ തുണിയൊന്നും തോന്നുന്നില്ല, കാരണം മൽമൽ കോട്ടൺ ഫാബ്രിക് പോലെ തോന്നുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അടുത്തത് ഒരു ഓറഞ്ച് കളറാണ്, ഒരു ബ്രൗൺ പോലാണ് തോന്നുന്നത്, ഒരു ഓറഞ്ച് ബ്രൗൺ ആണ്. ഞാൻ പറഞ്ഞില്ല, കളേഴ്സിനെല്ലാം ചെറിയൊരു ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലാണ്. റിയലായിട്ട് കാണുമ്പോൾ ഇത്രയും ബ്രൈറ്റ്നസ് ഇല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ്. വലിയ ഇങ്ങനത്തെ പ്രിൻറ്റുകളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. നല്ല തുണിയും നല്ല സോഫ്റ്റ് കോട്ടൺ കേട്ടോ. ഒട്ടും ചൂട് സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ ഒരു മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ. അതുപോലെ തന്നെ കഴുകി ഉണങ്ങാനാണെങ്കിലും എല്ലാം നല്ല എളുപ്പമാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ. ഓക്കെ, ടോപ്പും ബോട്ടവും സെയിം ക്വാളിറ്റി തന്നെ മെറ്റീരിയലാണ്. അല്ല ടോപ്പ് ഒരു ടൈപ്പ് ക്വാളിറ്റിയിലുള്ളത്, ബോട്ടം ഒരു ക്വാളിറ്റി, അങ്ങനെയല്ല. ടോപ്പും ബോട്ടവും സെയിം ക്വാളിറ്റി തന്നെ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഇത് വരുന്നത് നമ്മുടെ മെഹന്തി ഗ്രീൻ കളറാണ് കേട്ടോ. മെഹന്തി ഗ്രീൻ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രിൻറ്റുകൾ ഇങ്ങനെ വലിയ പ്രിൻറ്റ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. സ്ക്രീനിൽ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഗ്രൂപ്പുണ്ട് നമുക്ക്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം. ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് ഗ്രൂപ്പിൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേയിഷ് ബ്ലൂ ആണേ. കാണുമ്പോൾ ഡാർക്ക് ബ്ലൂ പോലെ ഉണ്ട്, പക്ഷേ ഇതൊരു ചെറിയൊരു ഗ്രേ ടോണും കൂടെ ഉണ്ട് കേട്ടോ. ഗ്രേയിഷ് ബ്ലൂ ആണ് കളറ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ താല്പര്യമുള്ളത് ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം. അവൈലബിൾ ആണെന്ന് ഇവിടുന്ന് റിപ്ലൈ വന്നു കഴിയുമ്പം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കാം. വാങ്ങിക്കാനാണെങ്കിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കാം. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം നിങ്ങളൊരു 10 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യുക. എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ്. നമ്മുടെ ചാനലിൽ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ അഡ്രസ്സ് പിൻകോഡൊക്കെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. കാരണം പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെയും കൂടി ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. അപ്പം അത് കറക്റ്റായിട്ട് പിൻകോഡ് വെക്കുക എന്നുള്ളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫോൺ നമ്പറിൽ ഒരു നമ്പർ തെറ്റിയാലും പിൻകോഡ് തെറ്റാൻ പാടില്ല കേട്ടോ. പ്രോഡക്റ്റ് കറക്റ്റായിട്ടെങ്കിൽ മാത്രമേ കയ്യിൽ കിട്ടുള്ളൂ. പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ മെയിനായിട്ടും പ്രോഡക്റ്റ്സ് എല്ലാം അയക്കുന്നത്. വേണമെങ്കിൽ DTDC വഴിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയക്കാം. പക്ഷേ മെയിൻലി പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. 4 വർക്കിംഗ് ഡേക്കുള്ളിൽ ഇവിടെ നിന്ന് ഓർഡർ കൺഫർമേഷനായി നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ പാക്ഡ് ഇമേജ് കിട്ടിക്കഴിഞ്ഞ് 4 വർക്കിംഗ് ഡേക്കുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും. 4 വർക്കിംഗ് ഡേക്കുള്ളിൽ പാക്ഡ് ഇമേജ് കിട്ടിയതിന് ശേഷത്തെ കാര്യമായിട്ട് പറയുന്നത്. 4 വർക്കിംഗ് ഡേക്കുള്ളിൽ പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏതാണോ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് അവിടെ ചെന്ന് നിങ്ങൾ അന്വേഷിക്കണം. കാരണം ഉറപ്പായും പ്രോഡക്റ്റ് അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതൊരു ഗ്രേയിഷ് ബ്ലൂ ആണ് കേട്ടോ. ചെറിയൊരു ഗ്രേ അണ്ടർടോൺ കണ്ടോ. ഈ വിരിച്ചിരിക്കുമ്പോൾ കാണുന്ന കളറില്ല, അതാണ് കേട്ടോ ശരിക്കുള്ള കളറ്. ലഹരിയ പാറ്റേണിൽ വരുന്ന ബോട്ടം. ഞാൻ പറഞ്ഞല്ലോ, ടോപ്പും ബോട്ടവും സെയിം ക്വാളിറ്റി തന്നെ ഫാബ്രിക്കാണ്. നല്ല
നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക്കാണിത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും കൂടെ ഒരു മിക്സഡ് ഇതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻസും കളേഴ്സും ഒക്കെയാണ് എല്ലാം. നല്ല കോട്ടൺ മാത്രം ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയക്കും, ഞാൻ കോട്ടൺ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്ന്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അത്. ബാക്ക് സൈഡിലും സെയിം പ്രിൻ്റ് തന്നെയാണ്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിൻറ്റേജ് ടോണിലാണ് കേട്ടോ ഈ മെറ്റീരിയൽസ് കംപ്ലീറ്റ് വന്നേക്കുന്നത്. ഒരു വിൻറ്റേജ് എഫക്റ്റാണ് കാണുമ്പോൾ. ഈ പ്രിൻറ്റുകളാണെങ്കിലും മെറ്റീരിയൽ കാണുമ്പോഴൊക്കെ നമുക്കൊരു വിൻറ്റേജ് ലുക്കിലാണ് കേട്ടോ വരുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു പീസുകളാണ് കേട്ടോ എല്ലാം തന്നെ. ഞാൻ പറഞ്ഞാൽ ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കുന്നതായിരിക്കും ഉചിതം. ലൈനിങ് ഇടാതെ ആരും തയ്ക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോട്ടൺ ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കാം. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ലൈനിങ് ഇട്ട് തയ്ക്കണം. കാരണം ഇത് മൽമൽ കോട്ടൺ പോലത്തെ ഫാബ്രിക്കാണ്, സോഫ്റ്റ് കോട്ടൺ. മറ്റേ കാന്ത കോട്ടൻ്റെ ഒന്നും അത്ര ഒരു കട്ടി ഈ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിന് കാണത്തില്ല. കാന്ത കോട്ടണൊക്കെ നമുക്ക് ലൈനിങ് ഇല്ലാതെ തയ്ക്കാം, നോ പ്രോബ്ലം. പക്ഷേ ഇതങ്ങനെ ചെയ്യരുത്, കുറച്ച് ലൈനിങ് ഒക്കെ ഇട്ട് തയ്ക്കുക. വളരെ റീസണബിൾ റേറ്റാണ്. ഈ റേറ്റിന് ഭയങ്കര വർത്താണ്. ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രോഡക്റ്റ് വരുന്നത്. ഓക്കെ, കേരളത്തിന് പുറത്തുള്ളവർക്കൊരു ചെറിയ എമൗണ്ട് എക്സ്ട്രാ ആയിട്ട് വരും. ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആണെങ്കിൽ നിങ്ങൾ 2 പ്രോഡക്റ്റൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് കിട്ടും കേട്ടോ. ചെറിയൊരു എമൗണ്ട് ഡിഫറൻസേ നോർത്ത് ഇന്ത്യയിലുള്ളവർക്കാണേലും വരുള്ളൂ. ഡിസ്റ്റൻസ് അനുസരിച്ചാണ് വരുന്നത്. പോസ്റ്റ് വഴി അയക്കുമ്പം ചെറിയൊരു എമൗണ്ട് ഡിഫറൻസ് കൂടെ വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കുക. ഓക്കെ, കോട്ടൺ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തീരും ഇത്. ഓക്കെ, പെട്ടെന്ന് തന്നെ നോക്കിയെടുക്കുക. താങ്ക് യു.